തട്ടോട്ട് കഴിഞ്ഞ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം. എന്റെ പൊന്നും മക്കളെ, അപാര സാധനല്ലേ, അപാര കുട്ടി, അങ്ങനെ വേണം പറയാം. സിനിമ നടികൾ തോറ്റുപോകും. ആ പൊളി പൊളി പൊളി, ആ തട്ടത്തിൻ മറയത്തെ കുട്ടി, എന്റെ പൊന്നേ. ആ കുട്ടിയെ നമുക്ക് ഒന്ന് ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എങ്കിൽ ആദ്യത്തെ വിഷയമല്ല, ഇത് രണ്ടാമത്തെ ന്യൂസിൽ വന്ന വാർത്ത ഇവിടെ പ്ലേ ചെയ്യാം. ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തും. അമൽ, അനന്തു എന്നിവർ കൊലപാതകം, ലഹരി അടക്കമുള്ള കേസുകളിൽ പ്രതികളാണ്. അറിയാതെ ഒന്നും ഒരാളും അവളുടെ കെണിയെ വീണാക്കില്ല കേട്ടോ. ഇതാണ് ഭിന്നശേഷിക്കാരുടെ അവസ്ഥയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടി കമന്റ് ഇട്ടേക്കുന്ന കുറെ പേരെ ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരുടെ മനസ്സിലിരിപ്പൊക്കെ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാട്ടല്ലോ, മാനം പോകും, അടി കിട്ടും, എല്ലാം തീർന്നു, ജീവിതം തീർന്നു. ഈ പെണ്ണിനെ കണ്ട് ആരും പോയേക്കരുത് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി ഇതിട്ടത്. ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ കോമഡിയായത്. ഈ പെൺകുട്ടി പറയുന്ന വേറെ സംഭവം ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടി നിൽക്കുമ്പോൾ സ്റ്റേഷൻ ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുവരിക. അപ്പൊ പത്രക്കാരോട് പറയാ, ഈ വീഡിയോ എടുക്കാൻ വന്നവരോട്, നല്ല അടിപൊളി പടം എടുത്തോന്നോ, നോക്കിയേ ഞാൻ വിഷയമിടാം. എന്റെ ശങ്കൂത്ത് ഒരു ഫോട്ടോ എടുത്തോ സാറേന്നല്ല, പത്രക്കാരോട് പറയാം അടിപൊളി ഫോട്ടോ കിട്ടണോന്ന്. ഇപ്പൊ ശരിക്കും ഫോട്ടോ കിട്ടി, ലോകം മുഴുവൻ പറഞ്ഞു. എന്തിന്റെ ആവശ്യമല്ലേ, കാണാൻ സുന്ദരി അല്ലേ, നല്ല കുടുംബത്തിലൊരു കുട്ടി. നല്ല കുടുംബമാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരു ഓഡിയോ നിങ്ങളെന്ത് കേട്ട് നോക്കണം. നല്ല കുട്ടിയാണോ അല്ലയോ നമുക്ക് നോക്കാം. പിന്നെ ആമ്പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ചൂണ്ടക്കുളത്തില് പോയി ചാടി കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ ടി വിയിലൊക്കെ വരും, മാനം പോകും, ഓർക്കണം കേട്ടോ. നോക്കിയോ ഒരു ഓഡിയോ ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം. വീട്ടിലെ കാര്യം, ഭർത്താവ് ഉപേക്ഷിച്ചിട്ടേക്കാണ്. ഇവിടെ സ്വഭാവം കാരണം ഭർത്താവ് ഉപേക്ഷിച്ചു, കൊച്ചു മാത്രം. ഇവള് ഹോസ്റ്റലിൽ നിന്നോണ്ട് ഇവള് ഈ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഹോസ്റ്റലിലേക്ക് ആയിരുന്നു. അമ്പടി കള്ളി കൊള്ളാം, നല്ല കുട്ടിയാ, അടിപൊളി കുട്ടിയാ. എന്നെ പറയാനല്ലേ, ഈ പെൺകുട്ടിക്കൊരു കുട്ടി ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു ഭർത്താവും, രണ്ടും ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല കുടുംബത്തിലേക്ക് കുട്ടിയാ. പക്ഷെ വഴി പിടിച്ചു പോയാൽ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. ഇന്നത്തെ എല്ലാ നഗരങ്ങളിലും, കൊച്ചി മുതൽ എറണാകുളം, അതുപോലെ ബാംഗ്ലൂര്, വലിയ നഗരങ്ങളിലെ സ്ഥിരം അവസ്ഥയാണിത്. അവിടെ പഠിക്കാൻ പറ്റുന്ന പിള്ളേരായാലും, ഈ പിള്ളേരുടെ അപ്പന്മാരെന്ന് എന്നെ തെറി പറയാൻ പറ്റണ്ട. ഇതാണ് അവിടെ നടക്കുന്നത്. ലഹരി, കഞ്ചാവ്, ഇതൊക്കെ പറയുമ്പം ഇത് പറയുന്നവരുടെ നേരെ കുതിര കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് അന്വേഷിക്കുക. നിങ്ങളെ മക്കളൊക്കെ നല്ല രീതിക്കാണോ നടക്കുന്നത്, നല്ല രീതിക്കാണോ ജീവിക്കുന്നത് എന്നൊക്കെ നോക്കുക. മുഴുവൻ കഞ്ചാവും ലഹരിയും, ഈ കഞ്ചാവും ലഹരിയേക്കാൾ വലിയ മാരകമായ സംഭവങ്ങളാണ് ഈ പെൺകുട്ടിയൊക്കെ വലിക്കുന്നത്. ഈ പെൺകുട്ടിയെ പറ്റി പറയുന്ന മറ്റൊരു ഓഡിയോയാണ്, അത് നിങ്ങളൊന്ന് കേട്ടോളൂ. കുത്തിയതോട് ചാലക്ക മഠത്തിൽ സഫീന ഷുക്കൂർ, 27 വയസ്സാണ് ഈ പെൺകുട്ടിക്കുള്ളത്. പെൺകുട്ടിയുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം, സഫീന. ഈ കുട്ടിയുടെ പേരാണ് സഫീന കേട്ടോ. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തേക്ക്, തട്ടിയേക്ക് കേട്ടോ, തട്ടിയേക്ക്. പിന്നെ ആ ചേട്ടന്മാരുടെയൊക്കെ സ്വഭാവം വെച്ച് ചെന്ന് കയറി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരങ്ങ് കയറി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അങ്ങ് കയറി കൊടുക്ക്. ഇതുപോലെ എയറിലായി കിട്ടും, എയറില്. നമുക്ക് അടുത്തൊരു വീരനെ പരിചയപ്പെടാം. വീരനല്ല, കൂട്ടും ഭീകരൻ. ചെറിയ പയ്യനാ, അവൻ കാണിച്ചു കൂട്ടിയൊരു കാട്ടായം കാണണം. നിങ്ങൾ ഈ വിഷ്വൽ ഒന്ന് കാണുക. കേരളത്തില് കഴിഞ്ഞ ദിവസം അവന് ഇതുപോലെ പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പോലീസിനെ, എക്സൈസിനെ വെല്ലുവിളിച്ചു. നമുക്കൊന്ന് കണ്ടു നോക്കാം അവൻ എന്നാ പറയുന്നത്. ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിയത്, അതായത് ഒരു ഉറുപ്പ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എന്റെ പണിക്ക് പോയിട്ട് അഡ്വാൻസ് വാങ്ങിയ സാധനം. ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിയത്, അതായത് ഒരു ഉറുപ്പ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എന്റെ പണിക്ക് പോയിട്ട് വേർത്തൊലിച്ചിട്ട് അഡ്വാൻസ് വാങ്ങിയ സാധനങ്ങളാണ്. അവന്റെ വെല്ലുവിളി നിങ്ങൾ കഴിഞ്ഞപ്പോ പോലീസും എക്സൈസും അവന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങാൻ സമയമില്ല. പോലീസിന്റെ കൂട്ടത്തിലൊക്കെ അവൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. പോലീസിന്റെ കൂടെ നിർത്തി പോലീസും എക്സൈസും ഒരു വീഡിയോ ഒക്കെ ചാർത്തി. അടിപൊളി വീഡിയോ. ചെക്കാരിതാ മൂത്രം ഒഴിച്ച്
എൻ്റെ പൊന്നു സാറന്മാരെ, ഇനി മേല അക്കൗണ്ട് റീച്ച് ആക്കാൻ എൻ്റെ ഈ കഞ്ചാവുണ്ട്, നിങ്ങൾക്ക് എന്നെ എന്ത് വെള്ളം ചെയ്തോളാന്നും പറഞ്ഞ് അവൻ്റെ പാക്കറ്റിൽ കല്ലുപ്പ് ഇട്ടിട്ട് കഞ്ചാവാന്നും പറഞ്ഞ് പൊക്കിപ്പിടിച്ച് ഇൻസ്റ്റാഗ്രാമിലിട്ടു, യൂട്യൂബിലിട്ടു. 2 ലക്ഷത്തോളം പേരും കണ്ട് അവൻ്റെ ഇത് കണ്ട് റീച്ചായോ? ചെക്കൻ റീച്ചായി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലത്തെ തെമ്മാടിത്തരമൊക്കെ ചെയ്യാൻ പാടുണ്ട് പിള്ളേരെ. നോക്കിയത് ഒന്നുകൂടെ അഭിഷിച്ച് കാണിക്കാം. ഉപ്പാണ്, കല്ലുപ്പാണ്. പിന്നെ നമ്മളെന്താണ് ഇനി അങ്ങോട്ടേക്ക് എന്താണ് നല്ല പോസിറ്റീവ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്, എന്താല്ലേ സമൂഹത്തിന് നല്ല രീതിക്കുള്ള ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഈ കഞ്ചാവ് അടിച്ച് നടക്കുന്നതിനും അതുപോലെ എങ്കിൽ ഇതുപോലത്തെ ക്രൈമിൽ നടക്കുന്ന പെൺകുട്ടിയായാലും, കഴിഞ്ഞ ദിവസം കാപ്പ കേസിൽ പെട്ട ഒരുത്തിനെ ഷമീലാണോ അവനൊക്കെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊണ്ടാടുക, ഇങ്ങനെയൊക്കെ കൊണ്ടാടുക. എന്തിന്റെ ആവശ്യമല്ലേ? അവരുടെയൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതം പോയെന്ന് കൂട്ടിയാൽ മതി. ഈ പയ്യനോ കഞ്ചാവ് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഹിറ്റാവാൻ നോക്കിയതാ. ഇവനെയൊക്കെ പിടിച്ച് ഈ കൊച്ചിനെ പിടിച്ച് അകത്തിട്ട് വേണം. പക്ഷെ പോലീസുകാർക്ക് എന്തോ ദയ തോന്നിക്കൊണ്ട് അവരിങ്ങനെ നിർത്തിക്കളഞ്ഞു. അവനെ ഒരു വിഷ്വൽ എടുത്ത് അപ്ലോഡ് ചെയ്തു. ഇനി ഞാൻ എൻ്റെ സാറന്മാരെ ഇതുപോലെ വീഡിയോ ഞാൻ ചെയ്യില്ല, ആരും ഇത് അനുകരിക്കരുതെന്ന്. എന്നാ പിന്നെ മര്യാദയ്ക്ക് നിന്നാ പോരെ മോനെ, മര്യാദയ്ക്ക് നിന്നാ പോരായിരുന്നോ നേരത്തെ? മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇത് കണ്ട എല്ലാവർക്കും ഒന്ന് ലൈക്ക് അടിക്കുക, പറ്റിയത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ചിരിപ്പിക്കുന്ന ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുമായിട്ട് വരാം. ഓക്കെ, ബൈ.